ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു ഡ്രാമ ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ക്ലെം എന്ന് പറഞ്ഞിട്ട് ഒരു ഡച്ച് ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു ഡച്ച് ഫാമിലി ഇറ്റാലിയിൽ താമസിക്കുകയാണ്. ഏതോ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു വൈൻ യാർഡ് കുറഞ്ഞ വിലയിൽ വാങ്ങുന്നു. അങ്ങനെ ആ വൈൻ യാർഡ് ഇവർ വാങ്ങിയതിനു ശേഷം ആ വൈൻ യാർഡ് വിറ്റ അയാളുടെ മകളുണ്ടല്ലോ, ഈ കുടുംബത്തിനടുത്തേക്ക് വന്നിട്ട് ആ വൈൻ യാർഡ് തന്റെ അച്ഛൻ്റെതാണ്, അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഇവരോട് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതിനുശേഷം ഈ സ്റ്റോറിയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പൊ ഇത്രയും കേൾക്കുമ്പോഴത്തേക്കും ഷടാ ഇത്രയേ ഉള്ളൂ, ഇതൊരു സാധാരണ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഒരു കഥ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ കഥ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളും, അതും അവരറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റ് അവരുടെ എല്ലാവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. അതേപോലെ ആ വൈൻ യാർഡിനുള്ളിൽ ഈ കഥയിലെ കഥാപാത്രങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഒളിച്ചിരിപ്പുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സ് വരെ നിങ്ങൾക്ക് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അത് ഞാൻ എന്തായാലും പറയാണ്. അപ്പോൾ അതുപോലുള്ളൊരു മൂവി, അപ്പോൾ ലോകത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്ന മൂവീസുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം, ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലൈക്കും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ ഈ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് തന്നെ ഇറ്റാലിയിലാണ്. ഇപ്പോൾ ഒരു വലിയ ഫ്ലവർ മാർക്കറ്റാണ് കാണിക്കുന്നത്. അതുപോലെ അതിനകത്ത് ജോലികൾ നടക്കുമ്പോൾ തന്നെ ഈ ഫ്ലവർ മാർക്കറ്റിന് ഒരു ബോസ് ഉണ്ട്. അയാളാണ് ഈ ഒരു ഫ്ലവർ മാർക്കറ്റ് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ അയാളുടെ മുന്നിലേക്ക് മാരിയസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ കഥയിലെ നായകൻ വരുന്നു. മാരിയസ് ഒരിക്കലും ഇറ്റാലിയൻ വംശജനല്ല, അവൻ നെതർലാൻഡുകാരനാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് ഇറ്റലിയിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാരിയസിനെ ഇറ്റാലിയൻ ഭാഷ അറിയത്തില്ല, അവന് ഡച്ച് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ടാണ് അവൻ എല്ലാവരോടും സംസാരിക്കുന്നത്. ഇപ്പോൾ മാരിയസ് ഈ ബോസിന്റെ അടുത്തേക്ക് വന്നത് അവന്റെ കയ്യിൽ നിന്നാണ് മാരിയസ് ഈ ഫ്ലവർ എല്ലാം വാങ്ങി കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ആ ബോസ് പറയും, മാരിയസ് നീ ഇനിയും പണം തരാനുണ്ടെന്ന് പറയുമ്പോൾ മാരിയസ് പറയും, നിങ്ങൾ പഴയ പൂക്കളെല്ലാം തന്നിട്ട് എന്നെ പറ്റിക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ ഇതാ, അങ്ങനെയാണെങ്കിൽ പണവും കറക്റ്റായിട്ട് കിട്ടും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെല്ലാം എന്താണ് പറയുന്നതെന്നറിയോ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ബോസ്, ഓ അപ്പോൾ എന്നെ നോക്കി ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ബോസിന്റെ സഹായി മാരിയസിനെ അടിക്കാനായിട്ട് ചെല്ലുന്നതും മാരിയസ് അവനെ പിടിച്ചൊരു ഒറ്റ തള്ളു, അവൻ തെറിച്ച് താഴേക്കൊന്ന് വീഴും. ബോസ് നല്ലതുപോലെ പേടിച്ചു പോകും. അപ്പോൾ ഈ ബോസ് പെട്ടെന്ന് നിർത്തിയിട്ട്, ഓക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ നീ പണം തന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി മാരിയസിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് മറ്റൊരു കാറിൽ ഒരു ലേഡി കുറെ പൂക്കളായിട്ടൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ കിറ്റി, മാരിയസിന്റെ ഭാര്യ. ഇപ്പോൾ കിറ്റി തന്റെ കയ്യിലുള്ള ആ ഒരു പൂക്കളും കൊണ്ട് ഒരു വൈൻ യാർഡിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഈ മുന്തിരികളെല്ലാം വിളവെടുത്ത് അത് വെച്ചിട്ട് വൈൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം, അതിനുള്ള സെറ്റപ്പ് എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയുണ്ട്. അപ്പൊ അവിടേക്ക് കിറ്റി ചെല്ലുന്നതും ആ വൈൻ യാർഡിന്റെ ഓണർ മുകളിൽ നിൽക്കാണ്, അയാളുടെ സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നു. പെട്ടെന്ന് അയാൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കിറ്റി അയാൾക്ക് കുറച്ച് പൂക്കൾ എടുത്തു കൊടുക്കും. അപ്പൊ അയാൾ പറയും, കിറ്റി നിന്നോട് എനിക്കൊരു കാര്യം പറയണമെന്ന് പറയുന്നത്. കിറ്റിക്ക് എന്തായാലും ഇറ്റാലിയൻ ഭാഷ അറിയാം. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂഗോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനും അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സോഫീനെ കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരും മോതിരം വാങ്ങിക്കാൻ വേണ്ടി ഒരു ജ്വല്ലറി ഷോപ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഹ്യൂഗോനെ പറ്റി പറയുകയാണെങ്കിൽ ഹ്യൂഗോന്റെ ഭാര്യ മരിച്ചു, അവന് 2 പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ ഭാര്യ മരിച്ചതിന് ശേഷം സോഫി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ത്രീയായിട്ട് അവൻ ഡേറ്റിംഗ് നടത്തുകയാണ്. അപ്പൊ അവൾക്ക് വേണ്ടി മോതിരം വാങ്ങിക്കാനായിട്ടാണ് ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ കിറ്റിയെ കാണിക്കുമ്പോൾ അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും മാരിയസ് ഈ ബോസിന് പണം കൊടുക്കാനുള്ള ആ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നോക്കുകയാണ്. അപ്പോഴാണ് കിറ്റി അകത്തേക്ക് വന്ന്, ഹേ മാരിയസ് ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്തു പറ്റി? ഞാനിപ്പോൾ ഒരു വൈൻ യാർഡിലേക്ക് പോയിരുന്നു. അവിടുത്തെ ആ ഒരു വയസ്സായിട്ടുള്ള അപ്പൂവനല്ലേ, അയാളുടെ യാർഡ് നമുക്ക് വിൽക്കാന്ന് പറഞ്ഞു. അല്ല ഇതിലെന്താ ഇത്ര സന്തോഷിക്കാനെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അത് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് തരാമെന്ന് പറഞ്ഞു. ആ വൈൻ യാർഡ് മാത്രം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ മരിയാസ് മനസ്സിൽ പറയുന്നുണ്ട്, അല്ല അത് അത്രയും നല്ലൊരു വൈൻ യാർഡല്ലേ, ഇത്രയും പകുതി വിലയ്ക്ക് അയാൾ എന്തിനാ അത് കൊടുക്കേണ്ടത്? അപ്പൊ അതിന്റെ മറുപടിയായിട്ട് കിറ്റി അവന്റെ ചെവിയിൽ സീക്രട്ട് ആയിട്ട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കാണിക്കുമ്പോഴാണ് ഒരു ചർച്ചിൽ ഫ്യൂണറൽ നടക്കുന്നു. അവിടെ മരിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനും ആ ഒരു വൈൻ യാർഡ് വിറ്റ അപ്പൂപ്പനുണ്ടല്ലോ അയാളാണ്. അങ്ങനെ കാണിക്കുമ്പോഴാണ് അയാൾക്കൊരു മകളുണ്ട്, അവളുടെ പേര് ഇസബല്ല എന്നാണ്. ഇത്രയും കാലം തന്റെ സ്വന്തം അച്ഛനെ നോക്കാതെ അവൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് ജീവിച്ചിട്ട് ഇപ്പൊ തന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നു. അതുമല്ല അവളെ കാണുമ്പോൾ തന്നെ അത്ര നല്ലൊരു ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നില്ല. ഇവിടെ മുതൽ എന്നെ പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ആവാൻ പോവാണ്. എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ തന്നെ കണ്ടോ. ഇപ്പോൾ വയസ്സായിട്ടുള്ള ആ അപ്പൂപ്പൻ ഈ വൈൻ യാർഡ് മരിയസിനെ കുടുംബത്തിന് എഴുതി കൊടുത്തതായിട്ട് ആ ഒരു പേപ്പറെല്ലാം വായിച്ചതിന് ശേഷം അങ്ങനെ ഇത് മനസ്സിലാക്കി ഇസബല്ല അവിടുന്ന് നേരെ പോകുന്നത് ആ ഒരു വൈൻ യാർഡിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ കിറ്റിയും മാരിയസും അവിടെ തന്നെ നിൽപ്പുണ്ട്. അവർ ആ ഒരു വൈൻ യാർഡിലെ ജോലികളൊക്കെ ചെയ്യുന്നു. അങ്ങനെ അവരെ ചെന്ന് പരിചയപ്പെട്ടിട്ട് ഇസബല്ല ഇപ്പൊ അവരോട് പറയും, ഞാനാണ് ഈ ഒരു വൈൻ യാർഡിന്റെ ഓണറിന്റെ മകള് ഇസബല്ല. അപ്പൊ അവരെ പരിചയപ്പെട്ടിട്ട് കിറ്റി ഇപ്പൊ ചോദിക്കും, അല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടേക്ക് വന്നേക്കുന്നത്? ആദ്യം തന്നെ ഇസബല്ല ചോദിക്കുന്നത്,
എന്റെ അച്ഛൻ എന്തുകൊണ്ട് ഈ വൈൻയാർഡ് നിങ്ങൾക്ക് വിറ്റത് എന്ന് ചോദിക്കുമ്പോൾ കിറ്റി പറയും, ഇല്ല, നിങ്ങളുടെ അച്ഛൻ ഒരു പാവം ആകെ വയ്യാണ്ടിരിക്കുമല്ലായിരുന്നു, വയസ്സായി, അത് നോക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങളുടെ കയ്യിലേക്ക് വിറ്റു. അപ്പോൾ ഇസബെല്ല ദേഷ്യപ്പെട്ടിട്ട്, ഓക്കെ, വിറ്റതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്കത് തരാൻ കാരണം എന്താണ്? കാരണം ഈ ഒരു വൈൻ യാർഡിന് അത്രയും വിലയുണ്ട്. ഇതെല്ലാം സാധാരണ കുറഞ്ഞ വിലയ്ക്ക് ആർക്കും അങ്ങനെ വിൽക്കുന്നതല്ല, അതും വെറും 20% എന്ന് പറയുമ്പോൾ ഹീറോയും പറയും, അത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് പോയി ചോദിക്കും, അല്ലാതെ പിന്നെ എന്ത് പറയാനാണ്? അപ്പോൾ ഇസബെല്ല വിചാരിക്കുന്നത് എന്താണ്, ഇവര് എന്താ ഫോഴ്സ് ചെയ്തിട്ടാണ് ആ ഒരു അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും ഈ സ്ഥലം വാങ്ങിയെന്നാണ്. ഇസബെല്ല പറയും, ഞാൻ പോലീസിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ കിറ്റി പറയും, ശരി പോയിക്കോ, ഞങ്ങൾ എഗ്രിമെന്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് ഈ സ്ഥലം വാങ്ങിയത്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇസബെല്ല, ഓക്കെ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഈ സ്ഥലം നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെ വാങ്ങണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവള് ഒരു വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ് അടുത്തായിട്ട് പോകുന്നത്. അങ്ങനെ എഗ്രിമെന്റ് എല്ലാം കൊണ്ടുവന്നിട്ട് വക്കീലിനെ കാണിച്ചു കൊടുത്ത് ഇത് നോക്കാൻ പറയുമ്പോഴത്തേക്കും വക്കീൽ പറയും, ഹേയ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഇസബെല്ല തന്റെ അച്ഛനെ കണ്ടിട്ട് വർഷങ്ങളായി, എന്നിരുന്നാലും ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് ഈ ഒരു വൈൻയാർഡ് വിറ്റത് ഇസബെല്ലയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. അതുമല്ലാതെ അവർ ഈ ഒരു നാട്ടുകാരും കൂടിയല്ല, അവർ ഇറ്റാലിയൻ ആളുകളല്ലാത്തത് കൊണ്ട് തന്നെ ഇസബെല്ലയ്ക്ക് അതും ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഇസബെല്ല മരിയാസിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കുമ്പോഴാണ് മരിയാസ് ഈ ക്രിമിനൽ റെക്കോർഡുകളൊക്കെ ഉള്ള ഒരാളാണ്. അവൻ ജയിലിലെല്ലാം ഒരുപാട് തവണ പോയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതുകൊണ്ട് എന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും അവർ ചെയ്താണോ, എന്റെ അച്ഛൻ മരിക്കാൻ കാരണം അവരാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ വക്കീൽ പറയും, ഒരിക്കലുമല്ല, നിങ്ങളുടെ അച്ഛൻ വയ്യാണ്ട് കിടന്നിട്ടാണ് മരിച്ചത്, അതുമല്ല അവരെ ഭീഷണിപ്പെടുത്തിയായിട്ട് നമുക്ക് തെളിവുകളൊന്നുമില്ല, അങ്ങനെയാണെങ്കിലേ നമുക്ക് കേസ് കൊടുക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇസബെല്ലയുടെ മനസ്സിലെന്താണ്, അവൾക്ക് കിട്ടേണ്ട ആ ഒരു സ്വത്ത് എങ്ങനെയും തിരിച്ചു പിടിക്കണം എന്ന് അവൾ വാശി പിടിക്കും. ഇപ്പൊ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ ഇനി കളത്തിലിറങ്ങാൻ പോകുന്നത്. അതേസമയം ഇവിടെ ഹ്യൂഗോ ഉണ്ടല്ലോ, ഹ്യൂഗോയും സോഫിയും ഹ്യൂഗോയുടെ രണ്ടാമത്തെ മകളെയും കൂട്ടി തന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ഇവര് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ഫാമിലിയും ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു റീയൂണിയൻ പോലെ ഒരുമിച്ച് കാണാൻ പോകുന്നു. അപ്പൊ ഇവരെ കാണാൻ പോകുന്ന ആ ഒരു ഫാമിലി അത് വേറെ ആരുമല്ല, നമ്മുടെ കിറ്റിയും മരിയാസും ഉണ്ടല്ലോ, അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഹ്യൂഗോയും മരിയാസും ഫ്രണ്ട്സ് ആണ്. അതേപോലെ തന്നെ ഹ്യൂഗോയുടെ മകള് മരിയ, അതേപോലെ തന്നെ കിറ്റിയുടെ മരിയസിന്റെ മകള് സാറ, ഇവര് രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അതും കൂടാതെ സോഫിക്കാണെങ്കിലോ മരിയസിനെ പറ്റിയുള്ള ആ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവരെ കാണാൻ പോകുന്നതിനോട് സോഫിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഹ്യൂഗോ സോഫിയോട് പറയും, ഹേയ്, മരിയസ് ഇപ്പോൾ പഴയതുപോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നല്ല അവളോട് പറയുന്നുണ്ട്. അതേസമയം ഇവിടെ കിറ്റിയും മരിയാസും ഇസബെല്ല വീട്ടിൽ വന്നിട്ട് ഇവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഇവർ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ അവൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ മരിയാസ് പറയും, നമ്മളിപ്പോൾ എന്തായാലും ലീഗലായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. അതേസമയം ഇസബെല്ലയാണെങ്കിലോ അവളും ഈ ഒരു വൈൻ യാർഡിനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കാണിക്കുമ്പോൾ അവളുടെ മുന്നിൽ കുറച്ച് റൗഡികളുണ്ട്, അവരെ വിളിച്ചു വരുത്തി അവൾ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. കറക്റ്റ് ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ ഹ്യൂഗോയും സോഫിയും മരിയസിനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഒരുപാട് വർഷം ഇവര് കാണാതിരുന്നത് കൊണ്ട് തന്നെ സുഹൃത്തുക്കളാണല്ലോ. അവര് രണ്ടുപേരും കാണുമ്പോൾ തന്നെ രണ്ടുപേർക്കും നല്ല സന്തോഷമുണ്ട്, അതേപോലെ തന്നെ അവരുടെ മക്കൾക്കും നല്ല സന്തോഷമുണ്ട്. അങ്ങനെ ഹ്യൂഗോയ്ക്കും സോഫിക്കും ഇവർ പുതുതായിട്ട് വാങ്ങിയ ആ ഒരു വൈൻ യാർഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ബീറിന് പകരം കൂടുതലായിട്ട് എല്ലാവരും കുടിക്കുന്നത് വൈനാണെന്നും മരിയാസ് പറയുന്നുണ്ട്. അതുമല്ല, ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു കാര്യം നല്ലതുപോലെ തന്നെ നടത്തിക്കൊണ്ടുപോയിട്ട് ഇറ്റലിയിൽ മുഴുവനായിട്ടും വൈൻ സപ്ലൈ ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂഗോ ചോദിക്കും, ശരി, അതൊക്കെ നല്ലത് തന്നെയാണ്, ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് കെട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റലിയിൽ ഈ ടാക്സ് അടയ്ക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ തെറ്റാണ്. അപ്പോൾ കിറ്റി പറയും, അതിനെപ്പറ്റി ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയത്തില്ല, എന്നിരുന്നാലും ഞങ്ങൾ കറക്റ്റായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഇവരെ രണ്ടുപേരെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട്, ഓക്കെ, നിങ്ങൾ എന്തായാലും ഫ്രഷ് ആവും എന്ന് പറഞ്ഞ് മരിയസും കിറ്റിയും വെളിയിലേക്ക് പോകുന്നതും ഇപ്പോൾ സോഫി പെട്ടെന്ന് ഹ്യൂഗോയോട് ചോദിക്കും, അല്ല, ഇവർ രണ്ടുപേരും ഒരു ഫ്ലവർ ബിസിനസ് അല്ലേ നടത്തിക്കൊണ്ടിരുന്നത്, ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു വൈൻ കമ്പനി എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാ, ഇതിനു വേണ്ടിയുള്ള പണം ഇവിടുന്ന് ഇവർക്ക് കിട്ടിയത്, അതോ ഇനി നിങ്ങളുടെ ഫ്രണ്ട് മരിയാസ് ക്രിമിനൽ ജോലികളെല്ലാം ഇനി വീണ്ടും ചെയ്യാൻ തുടങ്ങിയോ എന്ന് സോഫി ഒരു പുച്ഛത്തോടെ തന്നെ ചോദിക്കുമ്പോൾ ഹ്യൂഗോ പറയും, ഹേയ്, അങ്ങനെയൊന്നുമില്ല, മരിയാസ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് അവന് നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും ഈ രണ്ട് കുടുംബവും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ്. അങ്ങനെ ഇവർ നല്ല സന്തോഷത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ വീടിന് വെളിയിൽ കുറെ ദൂരെയായിട്ട് ഒരുത്തൻ ബൈനോക്കുലർ വെച്ചിട്ട് അകത്തേക്ക് നോക്കുന്നു. ഇവൻ വേറെ ആരുമല്ല, ഇസബെല്ല അയച്ചൊരുത്തനാണ്. അപ്പോഴാണ് മരിയയും സാറയും ഞങ്ങൾ വെളിയിൽ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വെളിയിലേക്ക് പോകുന്നതും സോഫി ഇപ്പോൾ ഈ വൈൻ യാർഡിനെ പറ്റി ചോദിക്കും. അപ്പോൾ കിറ്റി ഇതുപോലെ ആ ഒരു വയസ്സായിട്ടുള്ള ആളുടെ കയ്യിൽ നിന്നാണ് വൈൻ യാർഡ് വാങ്ങിയതെന്നും അയാൾ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ള കാര്യവും ഇവരോട് പറയും. അതുമല്ല, മരിയാസ് ആണെങ്കിലോ ഇവരോടിരുന്ന് സംസാരിച്ച് ഒരുപാട് കുടിച്ചതുകൊണ്ട് തന്നെ ഓക്കെ, ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ് അവൻ ചെയ്ത കൊലകളും കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തായാലും സോഫിക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇവരുടെ ആ ഒരു മൂഡ് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയ ഹ്യൂഗോ വേറെ എന്തോ ഒരു വിഷയം പറഞ്ഞിട്ട് അതങ്ങ് മാറ്റിക്കൊണ്ടുപോകും. അപ്പോഴാണ് മരിയസ് ആ ഫ്ലവർ മാർക്കറ്റിലെ ബോസ് ഉണ്ടല്ലോ അയാൾ ഒരു ഫ്രോഡാണ് എന്നുള്ള കാര്യം ഇവരോട് പറയുന്നു. കൂടാതെ
ഈ വൈൻയാർഡിന്റെ ഓണറായിട്ടുള്ള വയസ്സായിട്ടുള്ള അയാളുണ്ടല്ലോ, അയാളെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഇവർ രണ്ടുപേരും ഈ വൈൻയാർഡ് വാങ്ങാനായിട്ട് അപ്പൂപ്പനെ കാണുന്ന ആ ഒരു സീൻ നമുക്ക് കാണിച്ചു തരുന്നത്. സത്യത്തിൽ ആ ഒരു അപ്പൂപ്പനെ ഡിമെൻഷ്യ ഉണ്ടായിരുന്നു. എല്ലാം ചിന്തിച്ചെടുക്കാനും അതേപോലെ തന്നെ ഓർമ്മശക്തി കുറവായിരുന്നു. ഇങ്ങനെയുള്ള ഒരു അസുഖമാണ് ഡിമെൻഷ്യ. അതുകൊണ്ടാണ് അത്രയും വിലയുള്ള ആ ഒരു വൈൻയാർഡ് കുറഞ്ഞ വിലയ്ക്ക് ഇവർക്ക് വിറ്റത്. അതുകൊണ്ടാണ് നമ്മുടെ കിറ്റി മരിയാസിനോട് അന്ന് വന്നിട്ട് അവന്റെ ചെവിയിലൊരു രഹസ്യം പറയാലോ, ഈ അപ്പൂപ്പന്റെ ഈ ഒരു അസുഖത്തെ പറ്റിയാണ് അവൾ പറഞ്ഞത്. ഇത് വെച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് വാങ്ങാന്ന്. അപ്പൊ ഈ കാര്യം ഇവരോട് രണ്ടുപേരോട് ഇവർ പറയും. അതേസമയം ഈ ഗ്രാമത്തിൽ ചുറ്റാനായിട്ട് പോയ മരിയയും സാറയുണ്ടല്ലോ, സാറയ്ക്കാണെങ്കിൽ ഇവിടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവരെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോ മരിയെ നോക്കുന്നതാണെങ്കിലോ സാറയുടെ ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ടിനെ. അങ്ങനെ ഇവർ രണ്ടുപേരും കുറച്ച് നേരം അവിടെ എല്ലാം കറങ്ങി നിന്ന് അത് കഴിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നു. അപ്പൊ ഈ ഡിന്നർ എല്ലാം കഴിച്ചിട്ട് ഹ്യൂഗോയും സോഫിയും ഇവർ പോകാനായിട്ട് റെഡിയാവുകയാണ്. പക്ഷെ ഇവര് വൈൻ ഒരുപാട് തന്നെ കുടിച്ചതുകൊണ്ട് ഈ രാത്രിയിലെ ഡ്രൈവ് ചെയ്ത് പോകണ്ട, നിങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ചെയ്യ്, അടുത്ത ദിവസം രാവിലെ തന്നെ പോവാലോ എന്ന് കിറ്റി പറയും. അങ്ങനെ ഹ്യൂഗോയും സോഫിയും നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോഴാണ് സോഫി കിറ്റിയും മരിയസും ആ ഒരു വയസ്സായിട്ടുള്ള അയാളുടെ കയ്യിൽ നിന്നും ഈ വൈൻയാർഡ് വാങ്ങിയ ആ ഒരു കാര്യമുണ്ടല്ലോ, അത് അവൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ അസുഖമുള്ള ഒരാളുടെ കയ്യിൽ നിന്നും അയാളെ പറ്റിച്ച് ഇതുപോലെ ആ സ്ഥലം വാങ്ങിയിട്ട് ഇവരെന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണല്ലോ പറയുന്നത്. ഇതാണോ നിങ്ങളുടെ ഫ്രണ്ടിന്റെ നല്ല ഗുണം എന്നെല്ലാം സോഫി നല്ല ദേഷ്യപ്പെട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹ്യൂഗോ പറയും, എന്നിരുന്നാലും അവൻ നിയമവിരുദ്ധമായിട്ട് വേറൊരു കാര്യം ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മരിയസിനെ തന്നെയാണ് അവൻ സപ്പോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പറയും, ശരി നമ്മൾ എന്തായാലും നാളെ രാവിലെ ഇവിടെ നിന്ന് പോകാൻ പോവാണ്, അതുകൊണ്ട് നമുക്കിതൊന്നും വലിയ കാര്യമാക്കണമെന്നും പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും റൂമിൽ നിൽക്കുമ്പോഴത്തേക്കും ഇസബെല്ല അയച്ച ആ ഒരു റൗഡികള് ഈ വീടിനടുത്തേക്ക് ഓടി വരികയാണ്. ഇപ്പോൾ നമ്മുടെ കിറ്റിയും മരിയസും അവന്റെ റൂമിലെ ബാക്കി എല്ലാവരും അവരുടെ റൂമിൽ നിൽക്കുന്നു. പെട്ടെന്നാണ് ഒരു കുപ്പി പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നു. ഇവർ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ മരിയസിന്റെ വാൻ ഉണ്ടല്ലോ, അതിന്റെ അലാറ ശബ്ദം. വെളിയിൽ വന്ന് നോക്കുമ്പോഴാണ് അവന്റെ വാൻ ഇപ്പൊ പൂർണ്ണമായിട്ട് നിന്ന് കത്തുകയാണ്. അങ്ങനെ ഇവർ പേടിച്ചു നിൽക്കുന്നതും വീടിനകത്തുള്ള ജനാല തകരുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. മരിയസിന്റെ മകൾ കരയുന്ന ശബ്ദം കേട്ട് ഇവർ രണ്ടുപേരും ഓടി അവരുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ആരോ ഒരാൾ കല്ലെടുത്ത് ഈ ജനാല വഴി അകത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. ആ ജനാലയുടെ ഗ്ലാസ് ആണെങ്കിലോ മരിയസിന്റെ മകളുടെ നെറ്റിയിലേക്ക് കൊണ്ട് മുറിയുകയും ചെയ്തു. അങ്ങനെ അവളുടെ തലയിലും മുറിവെല്ലാം വെച്ച് കെട്ടി അവളെ ഉറക്കി കിടത്തും. എന്നിട്ട് ഇവരെല്ലാവരും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ആ വാൻ കത്തി നിൽക്കുന്നു. അതേപോലെ ഹ്യൂഗോ വന്ന അവന്റെ വണ്ടി ഉണ്ടല്ലോ, അവന്റെ വണ്ടിയിലേക്കും കല്ല് വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ മുൻവശത്തെ ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. ആരായിരിക്കും ഇത് ചെയ്തതെന്ന് പോലും അറിയാതെ ഇവരെല്ലാവരും വീണ്ടും അകത്തേക്ക് കയറി വന്നിട്ട് ഈ റൂമിൽ വീണ ആ ഒരു കല്ലുണ്ടല്ലോ അതെടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് ഒരു പേപ്പർ ചുറ്റിയേക്കുന്നു. അത് തുറന്ന് വായിച്ചു നോക്കുമ്പോൾ വേണ്ടിയത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഇത് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഇവർ രണ്ടുപേരും പോലീസിനെ വിളിക്കുന്നു. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയുമ്പോഴത്തേക്കും ഇവരൊരു ഡച്ച് കുടുംബമായതുകൊണ്ട് തന്നെ പോലീസ് അത്ര സീരിയസ് ആയിട്ട് ഈ ഒരു കേസിനെ എടുക്കുന്നില്ല. കാരണം വേറെ ഒന്നല്ല, ഈ ഡച്ചുകാര് ഇറ്റലിക്കെതിരായിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത് എന്നാണ് ആ പോലീസുകാരൻ ചിന്തിച്ചു വെച്ചിട്ടുള്ളത്. ഇൻസ്പെക്ടർ ചോദിക്കും, ഓക്കെ നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിറ്റി ഇസബെല്ലയെ പറ്റി പറയും. ഇതുപോലെ ഞങ്ങൾ ഈ ഒരു വൈൻയാർഡ് വാങ്ങിയതിൽ വെച്ചിട്ട് ആ സ്ത്രീ ഇവിടേക്ക് വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ കിറ്റി ആ പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ മാഫിയ ഗ്യാങ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാൻ കാരണം നടന്ന സംഭവങ്ങളെല്ലാം ഒരു മാഫിയ സംഘം വന്നിട്ട് ചെയ്യുമല്ലോ, അതുപോലെയാണ് അവൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആ പോലീസുകാരൻ പറയും അതിന് എന്തായാലും ചാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹ്യൂഗോ അവന്റെ കാർ നേരെ ഒരു മെക്കാനിക് ഷോപ്പിലേക്ക് കൊണ്ടുപോവാണ്. എന്താണെന്ന് വെച്ചാൽ മുൻവശത്തെ ആ ഒരു ഗ്ലാസ് മാറ്റാൻ വേണ്ടി. അപ്പോൾ മെക്കാനിക്ക് അത് പരിശോധിച്ചിട്ട്, സാർ എന്തായാലും ഇത് മാറ്റാനായിട്ട് പുതിയ ഗ്ലാസ് വൈകുന്നേരത്തെ വരത്തുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ മാറ്റിയിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെ പറഞ്ഞു വിടും. അതുവരെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു റെന്റിന് മറ്റൊരു കാറും എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഹ്യൂഗോ തിരിച്ചു വരുന്നത്. കൂടാതെ ഇവരുടെ വീട്ടിൽ നടന്ന ആ ഒരു അറ്റാക്കിന് കാരണം എന്തായാലും ഇസബെല്ല ആയിരിക്കും എന്ന് മനസ്സിലാക്കി ഇവരെ അതുകൊണ്ട് തന്നെ ഇവർ ഇസബെല്ലയെ കാണാൻ വേണ്ടി പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ഹ്യൂഗോ പറയുന്നത്, മാരിയസ് ഞാൻ ഇപ്പോഴെങ്കിലും പറയുന്നത് കേട്ടോ, അവരൊരു മാഫിയ സംഘമാണ്, ആ പെണ്ണിന് അവരുമായിട്ടാണ് കണക്ഷൻ ഉള്ളത്. അതുമല്ല നിങ്ങളുടെ മകളുടെ തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇനി വെറുതെ ഒരു പ്രശ്നത്തിലേക്ക് പോകണോ എന്ന് പറഞ്ഞ് മാരിയസിനെ കൺട്രോളിലാക്കാൻ വേണ്ടി ഹ്യൂഗോ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഒന്നും മിണ്ടാതെ ഏത് വിലയ്ക്കാണോ നിങ്ങൾക്ക് ആ ഒരു വൈൻയാർഡ് കിട്ടിയത് അതേ വിലയ്ക്ക് തന്നെ അവർക്ക് തിരിച്ചു കൊടുത്തോ, ഇതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുമ്പോൾ മരിയാസിന് എന്തായാലും ആ ഒരു വൈൻയാർഡ് കൊടുക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഹ്യൂഗോ പറയും നമ്മുടെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ട് ഇത് മാത്രമാണ് ഇപ്പൊ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് ഇവർ മൂന്നുപേരും ഹ്യൂഗോ, കിറ്റി, മരിയാസ് ഇവർ മൂന്നുപേരും തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഹ്യൂഗോ സോഫിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ കാർ റെഡി ആയി കഴിഞ്ഞാൽ വൈകുന്നേരത്ത് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവാം. അപ്പോൾ അവൾ പറയും, ഓ അത്രയും നേരം ഇനി ഇവിടെ നിൽക്കണം, ഇനി അറ്റാകതയിൽ നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഹ്യൂഗോ പറയും, ഇല്ലില്ല കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ, ഒന്ന് ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ മരിയാസും കിറ്റിയും ഈ ഒരു വൈൻയാർഡ് തിരിച്ചു കൊടുക്കുന്ന കാര്യത്തെ പറ്റി സംസാരിച്ച് വഴക്കുണ്ടാക്കുകയാണ്. കിറ്റി വിചാരിക്കുന്നത് വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്കിത് തിരിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ മരിയാസിന് എന്താണ് ഈ ഇറ്റാലിയൻകാരെ പേടിച്ച് നമ്മളിത് ചെയ്യണമെന്നാണോ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഹ്യൂഗോ കിറ്റിയെ മാറ്റി നിർത്തിയിട്ട്
അല്ല മരിയസ് എങ്ങനെ സമ്മതിച്ചതെന്ന് ചോദിക്കുമ്പോൾ മരിയസിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ, അവൻ പെട്ടെന്ന് ഇതിനൊന്നും സമ്മതിക്കുന്നതല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇസബല്ലയായിട്ട് കുറച്ച് നല്ലതുപോലെ പോകണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കിറ്റിയുടെ ഒരു കാര്യം ഹ്യൂഗോ പറയുന്നുണ്ട്. അപ്പോൾ കിറ്റി നേരെ മരിയസിന്റെ അടുത്തേക്ക് വന്ന് അവനോട് ഈ കാര്യം പറയും. അത് കഴിഞ്ഞിട്ട് ഹ്യൂഗോ, സോഫി, അവരുടെ മകള് ഇവർ മൂന്നുപേരും ഈ റെന്റിനുള്ള കാറും എടുത്തിട്ട് ഇവരുടെ കാറ് റെഡി ആയി കഴിഞ്ഞാൽ അതും കൊണ്ട് പോകാനായിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. അതുമല്ല മരിയയ്ക്കാണെങ്കിലോ സാറെ വിട്ട് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അവൾക്ക് കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലാന്ന് ഹ്യൂഗോ പറയും. ഇവിടെ വീട്ടിൽ കിറ്റിയെ കാണിക്കുമ്പോൾ കിറ്റി ഇസബല്ലയുടെ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിലെ നമ്പർ കണ്ടുപിടിച്ച് ഇസബല്ലയെ വിളിച്ചിട്ട് നമുക്ക് എന്തായാലും സമാധാനമായിട്ട് പോവാം, നമുക്കൊന്ന് സംസാരിക്കാമെന്ന് ചോദിക്കുമ്പോൾ രാത്രിയിൽ ഒരു ഷോപ്പിലേക്ക് വരാൻ വേണ്ടി ഇസബല്ല പറയും. ഇവിടെ മെക്കാനിക് ഷോപ്പിലെത്തിയ ഹ്യൂഗോ കാറിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിന്റെ ഗ്ലാസ് ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോഴാണ് ആ മെക്കാനിക്ക് വന്ന് പറയുന്നത് പുതിയ ഗ്ലാസ് വരാണ്ട് കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് ഇന്ന് രാത്രി എങ്ങനെയാലും ഗ്ലാസ് വന്നു കഴിഞ്ഞാൽ അത് റെഡിയാക്കിയിട്ട് നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾ വന്നെടുത്തോ എന്ന് പറയുമ്പോഴത്തേക്കാണ് സോഫി പെട്ടെന്ന് ഹ്യൂഗിനെ നോക്കുന്നത്. ഓ, നിന്നെ വെച്ചിട്ട് ഇനി തിരിച്ച് നാട്ടിലേക്കും പോകാൻ കഴിയത്തില്ലല്ലോ എന്നുള്ള അവസ്ഥയിൽ. അത് കഴിഞ്ഞപ്പോൾ 3 പേരും വേറൊരു വഴിയുമില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഹ്യൂഗോ പറയും ഇന്നൊരു രാത്രി എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവും, നമുക്ക് നാളെ രാവിലെ തന്നെ പോവാന്ന് പറഞ്ഞ് ഇവർ തിരിച്ചു പോകുന്നതും ഇവിടെ കിറ്റീനെയും മരിയസിനെയും കാണിക്കുമ്പോൾ ഇവരൊരു റെസ്റ്റോറൻറ്റിലെ ഇസബല്ലയെ കാണാനായിട്ട് പോവാണ്. അതുപോലെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മരിയാസ് ഒരു കത്തി എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ റെസ്റ്റോറൻറ്റിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇസബല്ലയുടെ കൂടെ തന്നെ വേറൊരു റൗഡിയുണ്ട്, അവളുടെ ഫ്രണ്ടാണെന്നാണ് അവൾ ഇവരോട് പറയുന്നത്. അതുമല്ല മരിയാസ് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും, അതുകൊണ്ട് കിറ്റിയോട് സംസാരിക്കാൻ പറയും. അപ്പോഴാണ് കിറ്റി ഇവരോടൊരു കാര്യം പറയുന്നത്. ഓക്കെ, ആ ഒരു വൈൻ യാർഡ് നിങ്ങൾ വെറുതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കേണ്ടി വരും, അത് നല്ലൊരു ശതമാനം. അതിനേക്കാട്ടി നല്ലത് ഞങ്ങൾ ഏത് വിലയ്ക്കാണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അതേ വിലയ്ക്ക് നിങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതായിരിക്കും നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും ഇസബല്ല ഓ ഇവർക്ക് ഇത്രയും അറിവുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഡച്ച് ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ മരിയാസ് ആണെങ്കിലോ ആ റൗഡിയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. കാരണം അവൻ കഴിക്കുന്നത് ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ്. അവൻ എന്തെങ്കിലും ചെയ്യോ ഇല്ലേ എന്നുള്ള ആ ഒരു അലർട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കിറ്റി കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ മരിയാസ് ചോദിക്കും ഡീൽ ഓർ നോ ഡീൽ, കാരണം ഒരു അറ്റാക്കിന്റെ കാര്യം ഞങ്ങൾ പോലീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ഇസബല്ല പറയും ഓക്കെ എന്തായാലും ഡീൽ തന്നെയാണ്, ലോയറിനെ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇസബല്ല പറയും പാതി എമൗണ്ട് ക്യാഷായിട്ട് മാത്രമേ തരത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ടാക്സ് അടയ്ക്കുന്നതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അതേസമയം വീട്ടിലാണെങ്കിലോ ഹ്യൂഗോയും സോഫിക്കാണെങ്കിൽ ഇവിടുത്തെ ആ ഒരു വൈൻ ഒരിക്കലും ഇഷ്ടമല്ല. അതുപോലെ സോഫി പറയുന്നുണ്ട് ഇതിവർക്ക് കൊടുത്ത ആ ഒരു അപ്പൻ ഈ വൈൻ വിൽക്കുന്ന കാര്യത്തിൽ ഒരു കുറവില്ലാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവർക്ക് ഈ സ്ഥലം വിൽക്കുമ്പോൾ അതിൽ മാത്രം എന്താണ് അയാൾക്ക് എടുത്തു പറയാനോ മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ആരും ഇല്ലാത്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കിറ്റിയും മരിയാസും ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അതുപോലെ ഹ്യൂഗോയെ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഐഡിയ എന്തായാലും ഭരിച്ചിട്ടുണ്ട്, അവര് ഡീലിന് സമ്മതിച്ചു, ഇനി ആവശ്യമില്ലാതെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറയുന്നതും സോഫി പറയും ഓക്കെ എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, നമുക്കിനി നാളെ തന്നെ തിരിച്ചു പോവാന്ന് പറഞ്ഞ്. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഒരു ഇൻഷുറൻസ് ഓഫീസർ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. കാരണം ഇവരുടെ വീട്ടിൽ അറ്റാക്ക് എല്ലാം നടന്നപ്പോഴത്തേക്കും ഡാമേജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ആ ഒരു ഓഫീസറിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് മരിയാസ് എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം ഹ്യൂഗോയെ ആ ഒരു മെക്കാനിക്ക് വിളിച്ചിട്ട് സാർ ഗ്ലാസ് പുതിയത് വന്നിരുന്നു, പക്ഷേ അതൊരിക്കലും കറക്റ്റ് ആയിട്ടുള്ള സൈസ് അല്ല, അതുകൊണ്ട് കുറച്ചുകൂടി ലേറ്റ് ആവും, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, അത് മാറിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന് പറയും. ഓക്കെ ഇപ്പൊ സമാധാനമായെന്നും പറഞ്ഞിട്ട് ഹ്യൂഗോ അങ്ങനെ തന്നെ നിൽക്കാണ്. ഇവിടെ മരിയാസ് ആണെങ്കിലും ആ ഒരു ഓഫീസറിനോട് തന്റെ കാർ കത്തിയത്, തന്റെ മകൾക്ക് പരിക്ക് പറ്റിയത്, ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അതേപോലെ പോലീസ് പറഞ്ഞു ഇത് മാഫിയ അറ്റാക്ക് ആണെന്ന്. അപ്പോഴാണ് ആ ഒരു ഓഫീസർ പറയുന്നത് ഹേയ് ഇറ്റലിയിൽ അതുപോലെ മാഫിയാസ് ഒന്നും ഇല്ലാന്ന് പറയുന്നതും. ഇത് കേൾക്കുന്ന മരിയാസ് ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഇസബല്ലയ്ക്ക് മാഫിയ ഗ്യാങ്ങുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഹ്യൂഗോ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഈ വീട് അവർക്ക് തന്നെ തിരിച്ചു വിൽക്കാനായിട്ടുള്ള കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മരിയാസ് നേരെ ഹ്യൂഗോയുടെ അടുത്തേക്ക് ചെന്നിട്ട് നീ പറഞ്ഞതുപോലെ ഒന്നല്ല ഇസബല്ല ലോക്കലായിട്ടുള്ള ആളുകളെ വെച്ചിട്ടാണ് ഇവിടെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ ഇവിടെ വന്ന ആ ഒരു ഇൻസ്പെക്ടറിനെ നമ്മൾ ഡച്ചുകാർ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അയാൾ കേസ് വലിയ രീതിയിൽ എടുക്കാതെ ഇത് മാഫിയ ചെയ്തതാണെന്ന് വെറുതെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇതറിയാതെ മാഫിയാണെന്നും പറഞ്ഞ് എന്നെ നിങ്ങൾ പറഞ്ഞു പറ്റിച്ചാലോ. അതുകൊണ്ട് തന്നെ കിറ്റിയോടും ഹ്യൂഗോയോടും മരിയാസിന് നല്ല ദേഷ്യമുണ്ട്. ആ ഒരു വൈൻയാർഡ് വെച്ചിട്ട് ഇവരുടെ ജീവിതം തന്നെ ഇവർക്ക് മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഒരു അവസ്ഥയായിപ്പോയി. അപ്പോൾ കിറ്റി പറയും ഇതുപോലെ ഇസബല്ല പാതി പണം ക്യാഷായിട്ട് തരാമെന്ന് പറഞ്ഞു എന്ന് ഹ്യൂഗോയോട് പറയുമ്പോൾ ഹ്യൂഗോ ഇപ്പോൾ മറ്റൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഇസബല്ല നടത്തുന്ന ആ ഒരു ഗാർമെന്റ് കമ്പനി അത് നല്ലതുപോലെ പോകുന്നില്ലല്ലോ. അതെ, അത് നല്ലതുപോലെ പോകുന്നില്ല, എന്തു പറ്റി? ഓ അതുകൊണ്ടാണ് ഈ സ്ഥലം വാങ്ങിക്കാനായിട്ട് അവൾ ഇത്ര ധൃതി കൂട്ടുന്നത്. അതേസമയം മരിയാസിന്റെ മകള്, അതേപോലെ തന്നെ ഹ്യൂഗോയുടെ മകള്, പിന്നെ സോഫി, ഇവർ മൂന്നുപേരും നടക്കാനായിട്ട് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും അടുത്തായിട്ട് വലിയൊരു കുളമുണ്ട്.
അത് കാണുമ്പോൾ ഇവർ ചോദിക്കും, അല്ല ഈ കുളത്തിൽ ഇറങ്ങാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ മരിയസിന്റെ മകള് സാറ് പറയും, ഇല്ല ആ കുളത്തിൽ ഇറങ്ങാൻ കഴിയത്തില്ല, കാരണം അതിൽ പാമ്പുണ്ട്, ദേ ബോർഡ് വെച്ചേക്കുന്നത് കണ്ടുവെന്ന് ചോദിക്കുമ്പോൾ അതെ ഈ കുളത്തിൽ പാമ്പുള്ളതായിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ അതിൽ കുളിക്കാനായിട്ട് നിൽക്കാതെ അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് നടന്നു പോകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിറ്റി, മരിയാസ്, ഹ്യൂഗോ ഇവർ മൂന്നുപേരും വേറെന്തൊരു കാര്യത്തിന് കാറിൽ കയറി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഹ്യൂഗോ സോഫിയെ വിളിച്ച് ഒരു ജോലിയുടെ ആവശ്യമായിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ സോഫി പറയും, നിങ്ങൾ അവിടെ നിന്ന് പോവാതെ പെട്ടെന്ന് തിരിച്ചു വന്ന് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടാക്ക്. ഓക്കെ കുറച്ച് നേരം മാത്രമേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഇവർ നേരെ ഒരു പ്രിന്റിംഗ് കമ്പനിയിലേക്ക് ചെന്നിട്ട് പീറ്റർ എന്നുള്ള പേരിലെ ഒരു ഫേക്ക് ആയിട്ടുള്ള വിസിറ്റിംഗ് കാർഡ് അവൻ പ്രിന്റ് അടിക്കും. അതുപോലെ ഇവനൊരു പ്ലാൻ പറഞ്ഞിരുന്നല്ലോ, അതിപ്പോൾ ഇസബല്ലയുടെ അടുത്ത് നിന്ന് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. എന്നിട്ട് നേരെ ഇസബല്ലയുടെ ആ ഒരു ഗാർമെന്റ് ഷോപ്പ് ഉണ്ടല്ലോ അവിടേക്ക് ചെന്ന്, ഇതുപോലെ ഞാനൊരു ടെക്സ്റ്റൈൽസ് ബിസിനസ്മാനാണ്, അപ്പോൾ ആ ഒരു റിസപ്ഷൻ ലേഡി ഓക്കെ ഞാൻ ഇസബല്ലയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അപ്പോൾ സോഫി പെട്ടെന്ന് ഹ്യൂഗോയെ വിളിച്ചിട്ട്, അല്ല കാർ റെഡിയായോ, നിങ്ങൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കാർ റെഡി ആയിട്ടില്ല, പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരാം എന്ന് പറയുന്നത് ഇസബല്ല അവിടേക്ക് വരുമ്പോൾ ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് ഇസബല്ലയോട്, മാഡം നിങ്ങളുടെ ഷോപ്പ് നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല സ്റ്റൈലായിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇസബല്ല, ഞാൻ ഗൂഗിളിൽ നിങ്ങളുടെ പേര് പീറ്റർ എന്ന് സെർച്ച് ചെയ്തപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പോൾ പീറ്റർ എന്ന് പറഞ്ഞൊരു കോമൺ ആയിട്ടുള്ള പേരാണ്, പെട്ടെന്ന് എന്നെ ഫൈൻഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവളോട് ഈ ബിസിനസ് സംസാരിക്കുന്നത് പോലെ അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് അവളോട് യാത്ര പറഞ്ഞ് വെളിയിലേക്ക് വന്നിട്ട് കാറിലേക്ക് കയറി എന്തായാലും സക്സസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ ആ ഒരു ഫോണ് ഇവരുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കിറ്റിയും മരിയാസും ഇപ്പോൾ ഇസബല്ലയെ കാണാൻ വേണ്ടി അതിനകത്തേക്ക് കയറി ചെന്നിട്ടാണ് ഹ്യൂഗോ റെക്കോർഡ് ചെയ്ത ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ അതിപ്പോൾ ഇസബല്ലയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഹ്യൂഗോയ്ക്ക് നേരത്തെ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇസബല്ല ഒരു ടാക്സ് ഫ്രോഡാണെന്ന്. കാരണം ഈ ടാക്സ് ഒന്നും അടയ്ക്കാതെ അവൾ ഇത്രയും കാലം അവളുടെ കമ്പനി നടത്തിക്കൊണ്ട് പോവായിരുന്നു. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഈ ബിസിനസ് സംസാരിക്കുന്ന രീതിയിൽ തന്നെ സംസാരിച്ച് ചോദിച്ച് മനസ്സിലാകും. അവളാണെങ്കിലോ ഇതെല്ലാം ഒരു ബിസിനസ്മാനാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾ ആ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് കിറ്റിയും മരിയാസും അവൾക്കിപ്പോൾ കേൾപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓഡിയോ വെച്ചിട്ട് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വൈൻ യാർഡ് ഇസബല്ലയ്ക്ക് കൊടുക്കാത്ത രീതിയിൽ ഡീൽ ഓക്കെ ആക്കും. അതുമല്ല ഇവരറിയാതെ തന്നെ ഹ്യൂഗോയെ പറ്റിയുള്ള കാര്യം അവളോട് പറയുകയും ചെയ്യും. ഇതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട് ഹ്യൂഗോ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു, അവനാണ് ഈ ഒരു ഐഡിയ ഞങ്ങളോട് പറഞ്ഞു തന്നതെന്നെല്ലാം ഇസബല്ലയുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നതും. വല്ല കാര്യം ഉണ്ടായിരുന്നോ മണ്ടന്മാര്, എന്തിനാണ് ഹ്യൂഗോയുടെ പേര് പറഞ്ഞതെന്ന് അറിയത്തില്ല. അങ്ങനെ ഈ കാര്യം പറഞ്ഞ് അവർ രണ്ടൊരു കാറിലേക്ക് വന്ന് ഈ കാര്യം പറയുമ്പോൾ ഹ്യൂഗോ ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ പേര് എന്തിനാ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്തു പറ്റി, നിന്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞൊരു കുഴപ്പമൊന്നുമില്ല, അവളൊന്ന് പേടിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് പറയുന്നത്. ഹ്യൂഗോ പറയും, അല്ല വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോൾ സന്തോഷിച്ച് ഇവരുടെ പ്ലാൻ എന്തായാലും സക്സസ് ആയി, ഇനി ആ ഒരു വൈൻ യാർഡ് ഇസബല്ലയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സന്തോഷത്തിൽ ഇവർ മൂന്നുപേരും തിരിച്ചു വരുന്നു. അങ്ങനെ ഇവിടെ ഇസബല്ലയെ കാണിക്കുമ്പോൾ ഇസബല്ല നേരെ പോകുന്നത് ആ ഒരു ഫ്ലവർ മാർക്കറ്റ് നടത്തുന്ന ബോസ് ഉണ്ടല്ലോ അയാളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇയാളുടെ ആളുകളെ വെച്ചിട്ടാണ് ഇസബല്ല അവരുടെ വീട് അറ്റാക്ക് ചെയ്തത്. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ബോസ് ചോദിക്കും, എന്തു പറ്റി, എല്ലാം നല്ലതുപോലെ കഴിഞ്ഞോ, ആ ഒരു വൈൻ യാർഡ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇസബല്ല പറയും, ഇല്ല നമുക്ക് മറ്റൊരു പ്ലാൻ ഇപ്പോൾ ഇട്ടേ പറ്റൂ. അപ്പോൾ ബോസ് പറയും, ഞാൻ ഇതിനു മുന്നേ തന്നെ ആളെ വിട്ടിട്ട് നിങ്ങൾ അതിൻ്റെ ഉള്ള പണം എനിക്ക് തന്നിട്ടില്ല, ഓക്കെ ആ ഒരു വൈൻ യാർഡ് കിട്ടട്ടെ, എന്നിട്ട് നിങ്ങൾക്കുള്ള മൊത്ത പണവും ഒരുമിച്ച് തന്നെ ഞാൻ തന്നു തീർക്കാം. അതേപോലെ തന്നെ ആ ഒരു വൈൻ യാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള അധിക പ്രോഫിറ്റ് നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ ബോസ് അതിന് ഓക്കെ പറയും. ഇവിടെ നമ്മുടെ ഹ്യൂഗോയെ കാണിക്കുമ്പോൾ ഹ്യൂഗോയും ഇവരും നേരെ മെക്കാനിക്കൽ ഷോപ്പിലേക്ക് ചെന്ന് അവൻ്റെ കാറ് റെഡിയായി. അങ്ങനെ കാറ് എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഇവിടെ അവൻ്റെ ഗേൾ ഫ്രണ്ട് സോഫീനെ കാണിക്കുമ്പോഴത്തേക്കും അവൾക്കാണെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് നിങ്ങൾ അച്ഛനും മോളും ഒരുമിച്ച് വന്നു, ഞാൻ എന്തായാലും പോവാണെന്നും പറഞ്ഞ് അവൾ നടന്ന് ഇവിടെ നിന്ന് പോവാണ്. കാണിക്കുമ്പോൾ അവളൊരു ടാക്സിയും ബുക്ക് ചെയ്തിട്ട് അവൾ അതിൽ കയറി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ സോഫി പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ അവൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ബോസിന്റെ കാറുണ്ടല്ലോ അയാളും അയാളുടെ ടീമും ഇപ്പോൾ സോഫിയെ ഫോളോ ചെയ്തു പോകുന്നു. കാരണം വേറെ ഒന്നല്ല, ഇസബല്ല ഹ്യൂഗോയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് അവന്റെ പേരെല്ലാം അടിച്ചു നോക്കി അവൻ ആരാണെന്നുള്ള കാര്യങ്ങളെല്ലാം അവൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ സോഫിയെ തട്ടിക്കൊണ്ട് പോകാനാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവര് രണ്ടുപേരും നേരത്തെ മണ്ടത്തിലാണ് കാണിച്ചതെന്ന്. അങ്ങനെ സോഫി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ട്രെയിനിന് വേണ്ടി കാത്തു നിൽക്കാണ്. അതേസമയം ഹ്യൂഗോ തന്റെ കാർ എടുത്ത് വീട്ടിലേക്ക് വന്ന് സോഫി അന്വേഷിക്കുമ്പോൾ അവള് പോയെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അവളെ വിളിക്കും. അപ്പോഴാണ് അവൾ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു, ഞാൻ എന്തായാലും പോവാണെന്ന് പറയുമ്പോൾ ഇല്ല കാറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കാറിൽ പോവാന്ന് പറയുമ്പോൾ ഒരാവശ്യമില്ല ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാന്നും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുന്നതും ഹ്യൂഗോ ഇപ്പൊ അവളെ വിളിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇവിടെ ആ ബോസിനെയും അവന്റെ കൂടെയുള്ള ആ ഒരു സഹായിനെയും കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന് സോഫിയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കത്തി കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും അവളെ തട്ടിക്കൊണ്ടു പോവാണ്. ഈ കാര്യം ഹ്യൂഗോ അറിയുന്നില്ല. വീട്ടിൽ കാണിക്കുമ്പോൾ ഇവരുടെ മക്കളുണ്ടല്ലോ മരിയയും സാറയും ഇവർ രണ്ടുപേരും അവരുടെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി
വീണ്ടും ടൗണിലേക്ക് പോകുന്നു. അപ്പോൾ അവരെ രണ്ടുപേരെയും കിറ്റി നല്ലതുപോലെ പറഞ്ഞു വിടുന്നുണ്ട്. ഇവിടെ ഹ്യൂഗോ ആണെങ്കിലോ ഈ ബോസും ടീമും സോഫിയെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള കാര്യം അറിയാതെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ ഇവിടെ ബോസിനെ കാണിക്കുമ്പോഴാണ് സോഫിയെ ഒരു മുറിയിലേക്ക് ഇവർ കൊണ്ടുവന്നു. അപ്പോൾ സോഫി ഇവരോട് ചോദിക്കും, അല്ല എൻ്റെ കയ്യിലൊരു പണവുമില്ല, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ബോസ് ഇപ്പോൾ അതിന് മറുപടി പറയാതെ നേരെ അവളുടെ അടുത്തേക്ക് വന്ന് നിന്റെ വിരല് കാണിക്കാൻ പറയും. എന്നിട്ട് ആ വിരലിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഗേൾഫ്രണ്ടിനാണെങ്കിലോ ഇപ്പോൾ ഇവിടെ വന്ന് അവസാനം റൗഡികളുടെ ഇടയിൽ പെട്ടുപോയി എന്നുള്ളൊരവസ്ഥയായി അവൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതേസമയം മരിയാസിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് വെളിയിൽ ആരോ ബെല്ലടിക്കുന്നു. പെട്ടെന്ന് വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ്. അങ്ങനെ അത് വന്നിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് മരിയാസ് എന്തോ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് ഷോക്കായി പോവും. അതുമല്ല ഹ്യൂഗിനെ വിളിച്ചിട്ട് ഹ്യൂഗോ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സോഫിനെ വിളിക്കാൻ പോയി, അവളെന്തായാലും ട്രെയിൻ കയറി പോയി കാണും, ഞാൻ തിരിച്ചു വരികയാണ് എന്ന് പറയുമ്പോഴാണ് ഇവർ പറയുന്നത് ഇല്ല സോഫി എവിടെയും പോയിട്ടില്ല, അവൾ ഇവിടെ തന്നെയുണ്ട്, നീ വീട്ടിലേക്ക് വാ എല്ലാ കാര്യം പറയാന്ന് പറഞ്ഞ്. ഇപ്പോൾ ഹ്യൂഗോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് എന്താണെന്നറിയോ, ഒരു വിരല്. അതെന്തായാലും സോഫിയുടെ വിരലായിരിക്കും. അതേപോലെ തന്നെ അവളെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ഫോട്ടോയും ഇവർക്കെടുത്ത് അയച്ചിട്ടുണ്ട്. അതിന് പിറകിലെ നിങ്ങൾ പോലീസിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവളെ ഞങ്ങൾ കൊല്ലുമെന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹ്യൂഗോ പറയും ശരി ഇനി ഇവിടെ നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ എൻ്റെ മകളെയും കൊണ്ട് പോവാണെന്ന് പറയുന്നത്. അവർ പറയും സോറി അവർ രണ്ടുപേരും ഇവിടെ ഇല്ല, അവർ പട്ടണത്തിലേക്ക് പോയെന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് ഇത് സംഭവിച്ചു. അതുകൊണ്ട് ഹ്യൂഗോ പെട്ടെന്ന് അവൻ്റെ മകളെ വിളിക്കുമ്പോൾ അവളാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിനോട് സംസാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫോൺ പോലും എടുക്കുന്നില്ല. ഇത് കാരണം ഹ്യൂഗോയ്ക്ക് കുറച്ചുകൂടി ടെൻഷനായി. അപ്പോൾ ഇവിടെ മരിയാസ് പറയും ഓക്കെ ഞാൻ എന്തായാലും പോയിട്ട് സോഫിയെ രക്ഷിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവൻ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ ടെലിഫോൺ റിങ് ചെയ്യുന്നു. എടുത്ത് സംസാരിക്കുമ്പോൾ ആരോ ഇറ്റാലിയൻ ഭാഷയിൽ സംസാരിക്കുന്നു. അപ്പോൾ കിറ്റിയുടെ കയ്യിൽ ഫോൺ കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് അവൻ്റെ ബോസാണ്. ഇപ്പോൾ ബോസിനോടൊപ്പം തന്നെ ഇസബെല്ലയുണ്ട്. അപ്പോൾ കിറ്റി ചോദിക്കും അപ്പോൾ ഇസബെല്ലയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളിത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇസബെല്ല അല്ലാതെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും ബോസ് പറയും അല്ലല്ല അതിനു വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഡച്ചുകാരല്ലേ, ഇറ്റലിയിൽ താമസിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് ആ സ്ഥലം ആർക്കെങ്കിലും വിറ്റിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ട് പോകണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. ഇല്ല അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ എന്തായാലും ഞാൻ കൊല്ലുമെന്ന് പറയുന്നത്. ഇവർക്കറിയാം ഇസബെല്ലയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം ഇവരുടെ രണ്ടുപേരോട് പറയുമ്പോൾ ഹ്യൂഗോ പറയും ഇവിടെ നിന്ന് തിരിച്ച് ചെന്നതിന് ശേഷം അവളെ പ്രപ്പോസ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത്, അതുമല്ല മോതിരിടാനുള്ള ഒരു വിരലും അവർ കട്ട് ചെയ്തെടുത്തു. ഇതിനെല്ലാം കാരണം നിങ്ങൾ ഈ ഒരു വൈൻ യാർഡ് ഇസബെല്ലയ്ക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് ഇത് അവൾക്ക് കൊടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നതും ഇവരുടെ മക്കൾ തിരിച്ചു വന്നു. അപ്പോൾ മരിയ സോഫി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹ്യൂഗോ പറയും സോഫി ട്രെയിനിൽ നേരെ വീട്ടിലേക്ക് പോയി, നമുക്ക് എന്തായാലും പെട്ടെന്ന് തിരിച്ചു പോവാം എന്ന് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കിറ്റി നേരെ ഇസബെല്ലയെ കാണാനായിട്ട് ചെല്ലുകയാണ്. ഇസബെല്ല വൈൻ യാർഡ് എന്തായാലും നിനക്ക് തന്നെ എഴുതി തരാം, അതുകൊണ്ട് നീ സോഫിയെ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ ഇസബെല്ല പെട്ടെന്ന് ഒന്നും അറിയത്തതുപോലെ എന്ത് സോഫിയോ, അവളെ എനിക്കറിയത്തില്ല എന്ന് ഇസബെല്ല പറഞ്ഞിട്ട് കിറ്റിയോട് പറയും ശരി എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ടാക്സ് ഫ്രോഡ് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ആ ഒരു പേപ്പറും നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വരണം എന്ന് ഇസബെല്ല പ്രത്യേകം പറയും. കാരണം ഹ്യൂഗോ ആ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തല്ലോ, അതുകൊണ്ടാണ് ഇസബെല്ല പേടിച്ചിട്ട് അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള ആ ഒരു പേപ്പർ എഴുതി വാങ്ങിക്കൊണ്ട് വരാൻ പറയുന്നത്. അപ്പോൾ കിറ്റി പറയും ശരി നിങ്ങൾ എന്തായാലും വക്കീലിനെ റെഡി ആയിക്കോ, സോഫിയെ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ എഗ്രിമെന്റ് സൈൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കിറ്റി അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇവിടെ ഹ്യൂഗോനെ കാണിക്കുമ്പോൾ ഹ്യൂഗോന്റെ മൂത്ത മകള് അവനെ വിളിച്ചിട്ട് അച്ഛാ സോഫിയെ പ്രപ്പോസ് ചെയ്തോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് പോലും ഹ്യൂഗോയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ അത് ഞാൻ പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തിട്ട് ആ ദേഷ്യത്തിൽ തന്നെ അവിടെ നിൽക്കാണ്. അപ്പോൾ മരിയാസ് അടുത്തേക്ക് വരുമ്പോൾ ഹ്യൂഗോ പറയും അവളോടൊപ്പം ഒരു പുതിയ ജീവിതം ജീവിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്, എല്ലാം നശിച്ചു. മരിയാസും പറയുന്നുണ്ട് ഞാനും ഈ ഒരു വൈൻ യാർഡ് വെച്ചിട്ട് നല്ലൊരു ജീവിതം മനസ്സിൽ കണ്ടിരുന്നു, പക്ഷേ അതും ഇപ്പോൾ നടക്കത്തില്ല, ഇപ്പോൾ ഇങ്ങനെയായി, പക്ഷെ നീ ഒട്ടും പേടിക്കണ്ട, സോഫിയെ ഞാൻ രക്ഷിക്കും എന്ന് അവന് വാക്ക് കൊടുക്കും. അത് കഴിഞ്ഞ അടുത്ത സീനില് ഇപ്പോൾ ഇവരെ ബോസ് വിളിക്കാണ്. കിറ്റിയാണ് ഫോൺ എടുക്കുന്നത്. സോഫിക്ക് എങ്ങനെയുണ്ട്, അവൾ കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എപ്പോഴാണ് ആ സ്ഥലം വിട്ട് പോകുന്നത് എന്ന് ബോസ് ചോദിക്കുന്നതും ഇസബെല്ലയ്ക്ക് എന്തായാലും ഈ സ്ഥലം ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോവാണ്, അതുമല്ല രാത്രിയിലെ വക്കീലിനെ കണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും, എന്നിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ബോസ് പറയും ശരി നിങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് സോഫിയെ ഞങ്ങൾ വിട്ടയക്കും എന്ന് പറയുമ്പോൾ കിറ്റി പറയും സോറി നിങ്ങൾ എന്തായാലും വിശ്വസിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതും സോഫിനെ റിലീസ് ചെയ്യുന്നതും ഒരേ സമയമായിരിക്കണം എന്ന് പറയുമ്പോൾ ഇസബെല്ല ഇല്ല അത് കഴിയത്തില്ല എന്ന് സിഗ്നൽ കാണിക്കുമ്പോൾ ബോസ് പറയും സോറി അത് മാത്രം കഴിയത്തില്ല എന്ന് പറയുമ്പോൾ കിറ്റി പറയും ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വൈൻ യാർഡ് എന്തായാലും ഒക്കെ കിട്ടും, അത് പ്രത്യേകം പറഞ്ഞേക്കെന്നും പറഞ്ഞ് കിറ്റി അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ്. കൂടുതൽ സംസാരിക്കാൻ നിന്നാലാണ് അവര് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നല്ലത് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നതാണ്.
അപ്പൊ ഇസബല്ല അയാളോട് പറയുന്നുണ്ട് ഇവർ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാണെന്ന് ചോദിക്കുമ്പോൾ ഈ ബോസ് പറയും ഏയ് ഈ ഡച്ചുകാരെയൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അതേസമയം നമ്മുടെ കിറ്റിയുടെ പ്ലാൻ എന്താണെന്ന് പറയാണ്. ഓക്കെ, വക്കീലിന്റെ അടുത്ത് ഞാൻ പോവാം, പിന്നെ ബോസ് സോഫിയെ കൊണ്ട് വരുന്ന സ്ഥലത്ത് മരിയാസ് നീയാണ് പോവേണ്ടത്. അവിടെ സോഫിയനെ എപ്പോഴാണ് അവർ റിലീസ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ എഗ്രിമെന്റിൽ സൈൻ ചെയ്യും. അപ്പോൾ ഹ്യൂഗോ മാരിസിനോട് പറയും മാരിസ് ഞാനും നിന്നോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ബോസിനെ കാണാനായിട്ട് പോവും. നമ്മുടെ കിറ്റി ആണെങ്കിലോ ആ വക്കീലിനെ കാണാനായിട്ട് ചെല്ലും. അപ്പോൾ ഈ കാര്യം ഇവരുടെ മക്കളോട് പറയണ്ടേ എന്ന് വിചാരിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും എന്തോ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് അവരോട് കാര്യങ്ങളൊന്നും പറയത്തില്ല. അപ്പോൾ അവരുടെ ബോയ് ഫ്രണ്ട് വന്നിട്ട് ഇവരെ രണ്ടുപേരെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ പാർട്ടി നടക്കുന്ന ആ സ്ഥലത്ത് കാണിക്കുമ്പോൾ മരിയ ഉണ്ടല്ലോ, അവളുടെ ബോയ് ഫ്രണ്ട് വീട്ടിലാണ് പാർട്ടി നടക്കുന്നത്. ഇപ്പൊ ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ അച്ഛൻ വന്ന് ഇവരെ രണ്ടുപേരെ പരിചയപ്പെട്ട് അതിൽ സാറയെ കണ്ടതും സാറയോട് വന്നിട്ട് പറയും എനിക്കിതുപോലെ നല്ല കുറ്റബോധം ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങും. അപ്പൊ ഇവർ ചോദിക്കും എന്ത് പറ്റി, എന്തിനാ കുറ്റബോധം ചോദിക്കുമ്പോൾ അവിടെയാണ് ഒരു ടെസ്റ്റ്. ഇപ്പൊ അയാൾ പറയാൻ പോകുന്നത് ഈ ബോയ് ഫ്രണ്ടിന്റെ അച്ഛനും അതേപോലെ തന്നെ ഇസബല്ലയുടെ അച്ഛനുണ്ടല്ലോ വയസ്സായിട്ടുള്ള അപ്പൂപ്പൻ, ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അടുത്തുള്ളൊരു സ്റ്റീൽ ഫാക്ടറിയിൽ നിന്നും അവിടെയുള്ള വേസ്റ്റ് എല്ലാം അത് ഒഴുക്കി വിടുന്നത് അടുത്തുള്ള ആ ഒരു കുളത്തിലേക്കാണ്. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കെമിക്കൽസ്. അതുകൊണ്ട് തന്നെ ആ ഒരു കുളത്തിന് ചുറ്റുമുള്ള മണ്ണ് അത് മൊത്തമായിട്ട് പൊല്യൂട്ടായിപ്പോയി. അതിലെന്ത് വെച്ച് പിടിപ്പിച്ചാലും അതൊരിക്കലും നല്ലതുപോലെ വളരത്തില്ല. അങ്ങനെ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചതോ ഇസബല്ലയുടെ അച്ഛനും. അങ്ങനെ ആ മണ്ണ് പൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇവരുടെ വൈൻ യാർഡിനും അത് നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ, ആ വൈൻ യാർഡിലുള്ള ഒരു മുന്തിരി പോലും പഴുക്കാൻ പോകുന്നില്ല. ഇത് കാരണം ഈ ഫാക്ടറിക്ക് എതിരായിട്ട് ഇസബല്ലയുടെ അച്ഛന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വേറെ വഴിയില്ലാതെ ഇവരുടെ വൈൻ യാർഡ് നടത്തിക്കൊണ്ട് പോയായിട്ട് ഇവരെ കൊണ്ട് ഇനി കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വൈൻ യാർഡ് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരേ ഒരു മാർഗം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നഷ്ടമായിരിക്കും. വേറെ ആരെങ്കിലും ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാലോ ആരും ഈ വൈൻ യാർഡ് വാങ്ങിക്കത്തുമില്ല. അതുകൊണ്ട് ഇസബല്ലയുടെ അച്ഛനൊരു പ്ലാൻ ചെയ്തു. എന്താന്ന് വെച്ചാല് ഈ ഡച്ചുകാരായിട്ടുള്ള കിറ്റിയും മരിയാസും ഈ നാട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ, അവർക്ക് തന്നെ ഈ ഒരു സ്ഥലം കൊടുക്കാം, അവരാകുമ്പോഴത്തേക്ക് ഈ സ്ഥലത്തെ പറ്റി അറിയത്തുമില്ല എന്ന് പറഞ്ഞിട്ടാണ് കിറ്റിയെ വിളിച്ച് അയാൾ ഈ സ്ഥലം കൊടുക്കാനായിട്ട് സംസാരിച്ചത്. അന്ന് ഇയാളോടൊപ്പം ഉണ്ടായിരുന്നത് ആ ബോയ് ഫ്രണ്ടിന്റെ അച്ഛനായിരുന്നു. അപ്പൊ കിറ്റിക്കും മരിയാസിനും ഈ സ്ഥലം കുറഞ്ഞ പൈസക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അവരത് വാങ്ങിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്തു. അതുമല്ല ഈ കുളത്തിനും അതിന് ചുറ്റുമുള്ള മണ്ണിനും ഇതുപോലെ ഒരു പ്രശ്നമുണ്ട് എന്ന് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുളത്തിൽ പാമ്പുണ്ടെന്നുള്ള രീതിയിൽ ഒരു ബോർഡ് അയാൾ അവിടെ അടിച്ചു വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുളത്തിലേക്ക് ആരും ഇറങ്ങി അവിടെയുള്ള കാര്യം കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. ഇപ്പൊ ഈ ഒരു അപ്പൂപ്പനെ അൽഷിമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു മറവി രോഗം. അതുകൊണ്ടാണ് ഇവർക്ക് കുറഞ്ഞ പൈസക്ക് ഈ സ്ഥലം വിറ്റതെന്ന് നമുക്കറിയാം. സത്യത്തില് അയാൾക്ക് അങ്ങനെ ഒരു അസുഖമില്ല. ഇപ്പൊ ഇത്രയും കുറഞ്ഞ വിലക്ക് ഈ സ്ഥലവും ഫാക്ടറിയും ആർക്കെങ്കിലും വിറ്റ് കഴിഞ്ഞാല് അവർക്ക് സംശയം തോന്നിയിട്ട് അവരെന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാവും എന്നും പറഞ്ഞ് പരിശോധിക്കലോ. അങ്ങനെ പരിശോധിക്കാതെ ഇരിക്കാൻ വേണ്ടി തനിക്ക് ഇതുപോലെ അൽഷിമേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറഞ്ഞ റേറ്റിന് ഇവർക്ക് വിൽക്കാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ അപ്പൂപ്പൻ തനിക്ക് അസുഖമുള്ളതായിട്ട് അവരുടെ മുന്നിൽ അഭിനയിച്ചത്. അല്ലാതെ അപ്പൂപ്പനൊരു കുഴപ്പമില്ല. അപ്പോ കിറ്റിയും മരിയാസും വിചാരിച്ചതുപോലെ അവരല്ലേ ഈ അപ്പൂപ്പനെ പറ്റിച്ചത്, അപ്പൂപ്പനാണ് തിരിച്ച് അവരെ പറ്റിച്ചത്. അതുകൊണ്ട് തന്നെ മരിയാസ് ഈ അപ്പൂപ്പന് കൊടുത്ത പണം അയാൾക്കത് ലാഭം തന്നെയാണ്, ഒരു നഷ്ടവുമില്ല. ഇപ്പോൾ മരിയാസും കിറ്റിയാണ് ഇതിൽ പെട്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഈ ഒരു ഫാക്ടറി വെച്ചിട്ടും ഒന്നും ചെയ്യാനില്ല, അവർക്കും ഇത് വെറും നഷ്ടമാണ്. ഇതറിയാതെയാണ് ഇസബല്ല ഇവരോട് വഴക്കിട്ട് ആ സ്ഥലം അവളുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ രണ്ടു കൂട്ടർക്കും അറിയത്തില്ല ഈ സ്ഥലം കിട്ടിക്കഴിഞ്ഞാല് ഒരു ഗുണമില്ലാന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങള് മരിയയും സാറയും കേൾക്കുന്നതും അവര് പെട്ടെന്ന് തന്നെ ഈ കാര്യം വിളിച്ച് മരിയാസിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഈ സ്ഥലത്തിനു വേണ്ടി ഇവർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് വെറുതെയാണെന്ന്. അപ്പൊ ഒന്നിനും കൊള്ളാത്ത ആ ഒരു വൈൻയാർഡ് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കായിരുന്നു ആ ഒരു കിളവൻ എന്ന് മരിയാസ് പറയുന്നുണ്ട്. അങ്ങനെ ഇതേ കാര്യം നമ്മുടെ കിറ്റിയെ വിളിച്ചിട്ട് മരിയാസ് പറയും. അപ്പൊ കിറ്റി ഇവിടെ നിന്ന് തിരിച്ചു ചോദിക്കും, അല്ല അപ്പൊ ഈ ഒരു വൈൻയാർഡ് കൊണ്ട് ഒരു ഗുണമില്ല എന്നുള്ള കാര്യം ഇസബല്ലയ്ക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ലായിരിക്കാം. കാരണം ഇത്രയും വർഷം അവളുടെ അച്ഛനോടൊപ്പം ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴാണല്ലേ വന്നത്. അതറിഞ്ഞുകൊണ്ട് ഒരിക്കലും അവൾ ആ സ്ഥലം വാങ്ങിക്കാണ്ട് ശ്രമിക്കത്തില്ല. അതറിയാതെ ആയിരിക്കും ഇപ്പൊ ഈ കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് വിറ്റൊഴിയാന്ന് പറഞ്ഞ് ഇവര് പ്ലാൻ ചെയ്ത് ഇപ്പൊ കിറ്റി ആ വക്കീലിനെ കാണാനായിട്ട് ചെല്ലുന്നു. അതുമല്ല അന്ന് ഇവരുടെ പേരിൽ ഈ വൈൻയാർഡ് എഴുതി കൊടുക്കുമ്പോൾ അന്നും ഉണ്ടായിരുന്നത് ഇതേ വക്കീൽ തന്നെയാണ്. അപ്പൊ കിറ്റി അയാളോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇത്രയും വില കുറച്ച് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം തരാനായിട്ട് കാരണം എന്താണെന്ന് അയാൾ നിങ്ങളോട് പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയും, ഏയ് വിലയെല്ലാം അതിന്റെ ഓണറല്ലേ തീരുമാനിക്കുന്നത്, അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും. സത്യത്തിൽ അയാൾക്ക് അറിയാം, പക്ഷെ ഇവരോട് കാണിക്കാതിരിക്കാൻ വേണ്ടി അയാൾ കള്ളം പറയുന്നതാണ്. അപ്പോൾ കിറ്റി പറയും, ഇല്ല സാറേ എനിക്ക് നല്ലതുപോലെ അറിയാം, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന്, അതുകൊണ്ട് ഈ കാര്യം ഒരിക്കലും ഇസബല്ലയോട് പറയരുത് എന്ന് പറയുമ്പോൾ വക്കീൽ പറയും, ഞാനിവിടെ പറയാൻ പോകുന്നു, നിങ്ങൾ വിൽക്കാൻ പോകുന്നു, അവര് വാങ്ങാൻ പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ, ഞാനിതിന് നടുവിലുണ്ടാവും എന്ന് പറയുന്നതും. എന്തായാലും ഈ വക്കീല് ഇസബല്ലയോട് ഈ കാര്യം പറയാൻ പോകുന്നില്ല. കാരണം അയാൾക്ക് എന്തായാലും ഇതിന്റെ പണം കിട്ടിയാൽ മാത്രം മതി.
ഓക്കെ, എന്നിരുന്നാലും നമ്മുടെ വക്കീലിനെ വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കിറ്റി മരിയാസ് കൊന്ന ആളുകളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഇപ്പോൾ മരിയാസിന്റെ ഫോട്ടോയും എടുത്ത് കാണിച്ചു കൊടുക്കും. എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ നിങ്ങളെ ഇവൻ കൊല്ലോ എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് വക്കീൽ ചെറുതായിട്ടൊന്ന് പേടിക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇസബല്ല ഓഫീസിലേക്ക് വരുന്നു. ഇവിടെ മരിയാസും ഹ്യൂഗോയും ആ ബോസിനെ കാണാൻ വേണ്ടി അവർ പറഞ്ഞ സ്ഥലത്തേക്കും ചെല്ലുന്നു. അങ്ങനെ വക്കീലെ എഗ്രിമെന്റ് പേപ്പർ എല്ലാം വായിക്കുന്നു. അതേപോലെ ഇസബല്ല ചോദിച്ച ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, ടാക്സ് ഫ്രോഡ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള പേപ്പർ, അതും അവൾക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കിറ്റി ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുന്നേ സോഫിയെ വിട്ടയച്ചോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി മരിയാസിനെ വിളിക്കാണ്. ഇവിടെയാണ് മരിയാസും ഹ്യൂഗോയും ബോസ് ഇപ്പൊ മുഖമൂടിയെല്ലാം ഇട്ടിട്ട് അവന്റെ സഹായം കൊണ്ട് സോഫിനെയും കൊണ്ട് ഇവർ വെളിയിലേക്ക് വരികയാണ്. എന്നിട്ട് ഫോണ് സ്പീക്കറിൽ ഇടാൻ പറയും. വക്കീലിനോട് കാര്യങ്ങൾ ചോദിക്കും. അവർ സൈൻ ചെയ്തോന്ന് ചോദിക്കുന്നതും സത്യത്തിൽ മരിയാസിന് അറിയത്തില്ല ബോസാണ് സോഫിയെ തട്ടിക്കൊണ്ട് പോയതെന്ന്. ആരോ ഒരാൾ തട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ആ ഒരു ശബ്ദം ഇവിടെ കേട്ടതുപോലെ മരിയാസ് അയാളെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ബോസ് ആണെങ്കിലോ മുഖംമൂടി ഇട്ടാൻ ധൈര്യത്തില് മരിയാസിനെ ഒരുപാട് തെറിയെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് നിന്റെയൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറയുന്നതും മരിയാസിന് ദേഷ്യം വന്ന് ഓക്കെ ഒരു കൈ നോക്കാന്ന് പറഞ്ഞിട്ട് മരിയാസ് ഇടിക്കാനായിട്ട് നിൽക്കുന്നതും ഹ്യൂഗോ പെട്ടെന്ന് അവനെ തടയും. ദേ ഇതുവരെ എത്തി ഒരു കുഴപ്പമില്ല, നമുക്ക് എന്തായാലും സോഫിയെ കിട്ടിയാൽ മതി, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയുമ്പോൾ മരിയാസ് അത് കേൾക്കാതെ ദേഷ്യം വന്നിട്ട് ആ ഒരു ബോസിനെ തിരിച്ച് തെറി പറയും. ഇത് കേട്ട ബോസ് ആണെങ്കിലോ ഡീൽ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് സോഫിനെ കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു. ഇവിടെയാണ് ഇസബൽ ഇതെല്ലാം കേട്ടിട്ട് ടെൻഷൻ ആവുന്നു. കാരണം എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുന്നേ ഇവർ വേറെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് അവള് ടെൻഷൻ ആവുന്നതും നമ്മുടെ ഹ്യൂഗോയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. കാരണം സോഫിനെ അവർ വീണ്ടും തിരിച്ചു കൊണ്ടുപോകണല്ലോ. അതുകൊണ്ട് തന്നെ താഴെ കിടക്കുന്ന ഒരു കല്ലെടുത്ത് ഇവരുടെ പിറകെ പോകുന്ന ഒരു ഗാർഡിന്റെ തലയിലേക്ക് ഒരു ഒറ്റയേറ് ഏറി കൊള്ളുന്നതും അവൻ നേരെ താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് ഹ്യൂഗോ പെട്ടെന്ന് ഷൂട്ട് ചെയ്യും. അത് മുകളിലേക്ക്, കാരണം അവന് തോക്കുന്നത് വരെ പിടിക്കാൻ പോലും അറിയത്തില്ല. എന്നിട്ട് ഈ ബോസിനെ നോക്കി മര്യാദയ്ക്ക് അവളെ വെറുതെ വിട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ് നിൽക്കുന്നതും ബോസ് പറയും നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് സോഫിയുടെ പുറകിലായിട്ട് ഒളിച്ചിങ്ങനെ നിൽക്കാണ്. അങ്ങനെ ഹ്യൂഗോ തോക്കും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് ബോസിന്റെ പുറകിലൂടെ വന്ന് നമ്മുടെ മരിയാസ് ബോസിന്റെ കഴുത്തിൽ കത്തി വെച്ച് ഇപ്പോൾ ഗേൾ ഫ്രണ്ടിനെ ഇവരെങ്ങനെയും രക്ഷപ്പെടുത്തി. എന്നിട്ട് അവളുടെ കെട്ടുവഴിക്കുന്നതും ഇവിടെ നമ്മുടെ കിറ്റിയാണെങ്കിലോ ഇസബല്ലയ്ക്ക് ആ സ്ഥലം എഴുതി കൊടുക്കുകയും ചെയ്യുന്നു. അവരുടെ പണം തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസബല്ല സന്തോഷിച്ച് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. പക്ഷെ അതിലെ പണി എന്താണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ നമ്മുടെ ഹ്യൂഗോയെ കാണിക്കുമ്പോൾ ഹ്യൂഗോ ഇപ്പോൾ അവിടെ വെച്ച് തന്നെ സോഫിയെ പ്രപ്പോസ് ചെയ്യും. ഓ ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ കൊണ്ട് ചാടിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ പോകണം എന്ന് അവൾ ദേഷ്യപ്പെട്ട് ആദ്യം ചോദിക്കും. പക്ഷെ പിന്നീട് അവൾക്കും തിരിച്ച് ഹ്യൂഗോന് ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അവളും അതിന് യെസ് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ പ്രശ്നമെല്ലാം കഴിഞ്ഞു. അവിടെയാണ് നമ്മുടെ സോഫിയുടെ കയ്യിലെ ആ ഒരു വിരലുകളെല്ലാം അതേപോലെ തന്നെ ഉണ്ട്, ഒന്നും കട്ടായിട്ടില്ല. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോൾ സോഫിയുടെ വിരലെന്ന് പറഞ്ഞ് ഇവർ അയച്ച വിരല് ആ ബോസിന്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഈ ഫ്ലവർ എല്ലാം കട്ട് ചെയ്യുമ്പോഴത്തേക്കും അവളുടെ വിരല് അവൾ അറിയാതെ കട്ട് ചെയ്തു. ആ വിരലാണ് ഇവരെടുത്ത് ഇവർക്ക് അയച്ചു കൊടുത്തത്, അവരെ പേടിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഹ്യൂഗോയും കിറ്റിയും തിരിച്ചു വന്നിട്ട് അവരുടെ കല്യാണം നടക്കുന്നു. മരിയാസും കിറ്റിയും അവളുടെ മകളും ഇതിൽ പങ്കെടുത്ത് ഇവരെല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ഇസബലയും ആ ഒരു ബോസും ഈ വൈൻയാർഡ് വാങ്ങിയിട്ട് അവിടേക്ക് വന്നിട്ട് അവിടെ എല്ലാം മുന്തിരി ഉണ്ടല്ലോ അതിങ്ങനെ പിച്ച് കഴിച്ചു നോക്കാണ്. പക്ഷെ ടേസ്റ്റ് ഒന്നുമില്ല. അതുമല്ല മുന്തിരിയൊന്നും പഴുത്തിട്ടുമില്ല. കാരണം ഇവിടെയുള്ള ആ ഒരു പൊല്യൂഷൻ കാരണം രണ്ടുപേരുടെ മുഖവും നല്ലതുപോലെ മാറുന്നുണ്ട്. ഇതെന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഇവർക്ക് കിട്ടിയ പണി ഇവരെ കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതോടെ എല്ലാം അവസാനിച്ചല്ലോ. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്തിട്ടും കാര്യമില്ല. ഇവർക്ക് കിട്ടേണ്ട 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന രണ്ടുപേരെ സഹായിച്ചില്ലെങ്കിലും അവരെ ദ്രോഹിക്കരുത് എന്നെന്തായാലും ഇവർക്ക് ഇപ്പോൾ മനസ്സിലായി. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.